നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ വൈരാഗ്യത്തോടെ ഏർപ്പെടുത്തിയ 50% ഇറക്കുമതി തീരുവ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടും ഇന്ത്യയുടെ GDP മുന്നേറ്റത്തിന് ഒരു കോട്ടവും തട്ടിട്ടില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയും ട്രംപും പോലും അതിശയിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. റിസർവ് ബാങ്കിൻ്റെ അടക്കം അനുമാനങ്ങളെ കടത്തിവെട്ടിയാണ് ഇന്ത്യയുടെ ഈ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ വീണ്ടുമുള്ള ഈ കുതിപ്പ്. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പട്ടം ഇന്ത്യ തന്നെ നിലനിർത്തുമെന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ, ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യ 7.5% വളർച്ച നേടുമെന്ന് SBI റിസർച്ച് പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ റോയിട്ടേഴ്സിൻ്റെ അനുമാനം 7.3% ഇന്ത്യ റേറ്റിംഗ്സ് 7.2%, ഇക്ര 7% എന്നിങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് വിലയിരുത്തിയത് 7% മാത്രമായിരുന്നു. അതിനും മുകളിലാണ് മിക്ക ഏജൻസികളും പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള രണ്ടാം പാദത്തിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് 8.2% കഴിഞ്ഞ 6 പാദങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കാണിത്. US തീരുവയുടെ ആഘാതം പ്രതിഫലിക്കുമെന്ന് സർക്കാർ പോലും പ്രതീക്ഷിച്ചത് ഈ രണ്ടാം പാദത്തിലായിരുന്നു. ആദ്യ പാദത്തിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 7.8% വളർച്ചാ നിരക്കാണ് ഇപ്പോൾ രണ്ടാം പാദത്തിൽ 8.2% ഉയർന്നത്. ഇതോടെ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിലെ GDP വളർച്ച 8%. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ GDP വളർച്ചാ നിരക്ക് 6.3% മുതൽ 6.8% വരെ ആയിരിക്കുമെന്നായിരുന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ അനുമാനം. എന്നാൽ ഇതിനെ മറികടന്നേക്കുമെന്നാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പത്തെ ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കായ 8.4% രേഖപ്പെടുത്തിയത് 2024 ജനുവരി മാർച്ച് പാദത്തിലാണ്. ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അടുത്ത ആഴ്ച ചേരുന്ന റിസർവ് ബാങ്ക് പണനയ സമിതി യോഗം പലിശ വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാർഷിക ഉൽപ്പാദനത്തിൽ കുറവുണ്ടായെങ്കിലും GST നിരക്ക് പരിഷ്കാരം, അതായത് നമ്മുടെ നരേന്ദ്രമോദി തീരുവ വർദ്ധിപ്പിച്ച ഉടനെ ചെയ്ത ആദ്യത്തെ കാര്യം നമ്മളെ GST ഏകീകരിച്ച് കടുത്ത GSTകളെല്ലാം കുറച്ച് 5% മാറ്റി എന്നുള്ളതാണ്. 5ഉം 18ഉമാക്കി മാറ്റി. അപ്പോൾ ഏകദേശമുള്ള സാധനങ്ങളെല്ലാം 12% ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം 5% കുറഞ്ഞു. അങ്ങനെ വളരെ വില കുറവ് സാധനങ്ങൾക്ക് വന്നപ്പോൾ ആഭ്യന്തര വിപണി ഉണർന്നു, കമ്പനികൾക്ക് കച്ചവടം നടന്നു, അതുപോലെ സാധാരണക്കാരും ഒരുപാട് പർച്ചേസുകൾ ചെയ്തു. അങ്ങനെ ആഭ്യന്തര വിപണിയുടെ ഒരു ശക്തി കൊണ്ടാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ GST പരിഷ്കാരമാണ്. 50% തീരുവ വർദ്ധിച്ചപ്പോൾ എന്താകും, എങ്ങനെയാകണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള ആ കണക്ക് കൂട്ടൽ കൊണ്ടാണ് GST കുറച്ചതും നമ്മുടെ ആഭ്യന്തര വിപണി ഉണർത്താൻ കഴിഞ്ഞതും ഫാക്ടറികൾക്കൊക്കെ ലാഭങ്ങൾ നേടാൻ കഴിഞ്ഞതും നമ്മുടെ ഇപ്പോൾ GDP നിരക്ക് ഉയരാനും കാരണമായത്. 2024-25 രണ്ടാം പാദത്തിൽ ഉൽപ്പാദന വളർച്ച 2.2% ഇക്കുറി 9.1% വർദ്ധിച്ചത്. കാർഷിക ഉൽപ്പാദന വളർച്ച അതേസമയം 4.1% ഇപ്പോൾ 3.5% കുറഞ്ഞിട്ടുണ്ട്. സേവന മേഖലയിൽ 2 വളർച്ച രേഖപ്പെടുത്തി. കൂടാതെ ഉയർന്ന വളർച്ചാ നിരക്കോടെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം ഇന്ത്യ നിലനിർത്തി. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ചൈനയുടെ വളർച്ച 4.8% മാത്രമായിരുന്നു. ഏതായാലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലെ ഒരു 10 പേരിരുന്ന് തീരുവ പ്രഖ്യാപിച്ചാലും, ഇനി 150 500% തീരുവ പ്രഖ്യാപിച്ചാലും, അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായി നിരോധിച്ചാൽ പോലും അത് താങ്ങി നിർത്താനും ആ കയറ്റുമതികൾക്ക്, ആ പ്രൊഡക്ട്സിന് ഇന്ത്യൻ ആഭ്യന്തര വിപണി 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്തെ അതിശക്തമായ ഉപഭോക്തൃ സംസ്കാരത്തിൽ ആ ആഭ്യന്തര വിപണി ഉണർത്തിക്കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിയും. അതാണ് ഇന്ത്യ എന്ന് ലോകത്തിന് മുന്നിൽ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.